കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുകയെന്നല്ല പാർട്ടി പറഞ്ഞത്, കാലത്തേക്ക് മാറ്റി നിർത്തുന്നു. അത് ചില വിഷയങ്ങൾ കരുനാഗപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നാണ് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഞാൻ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സംസ്ഥാന സമിതി തന്നെ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു താൽക്കാലികമായ നടപടിയാണെന്നുള്ളതാണ്. എങ്കിലും ഒരു ശിക്ഷാ നടപടിയാണ് എന്ന് കരുതുന്നുണ്ടോ? ശിക്ഷാ നടപടിയുടെ ഭാഗമല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നില്ല. പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പാർട്ടി പ്രവർത്തനം പാർട്ടി തീരുമാനം അംഗീകരിക്കുക. പ്രത്യേകിച്ചും സ്വന്തം ജില്ലയിൽ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ആ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ കല്ലുകടിയായി എനിക്ക് സ്വന്തം ജില്ലയെന്നോ വേറെ ഏതെങ്കിലും ജില്ലയെന്നോ, ഞാൻ എൻ്റെ സ്വന്തം ജില്ല, ഞാൻ ജനിച്ചു വളർന്നതെന്ന് ആലപ്പുഴ ജില്ലയാണ്. അതിനകത്ത് അങ്ങനെയുള്ള വിഷയമൊന്നുമല്ല, സ്വന്തം ജില്ലയല്ല. പാർട്ടിക്ക് അവിടെ വെച്ച് നടപടിയെടുക്കാം, എന്ത് നടപടിയെടുക്കാം. അത് പാർട്ടി അത് കാര്യങ്ങൾ അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് ആവശ്യമായ കാര്യങ്ങളുടെ മാറ്റം വരുത്തുകയും ചെയ്യും. ഇപ്പൊ കരുനാഗപ്പള്ളിയിലെ സംഭവത്തിൽ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നൊരു ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനൊരു വിഷയമല്ല. എനിക്ക് അവിടെ സംഘടനാ ചാർജോ മറ്റു കാര്യങ്ങളോ, ഞാൻ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയല്ലേ. എന്ത് സംഭവിച്ചാലും അതിലൊരു ഭാഗം ഞാൻ വരുമല്ലോ. അല്ലാതെ വേറെ അതിനകത്തൊരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ വന്നത് മാത്രമാണ്, അതല്ലാതെ അവിടുത്തെ വിഭാഗീയത പ്രശ്നമൊന്നും എനിക്ക് അവിടെ സംഘടനാ ചുമതലയല്ല. ഞാൻ അവിടെ താമസക്കാരി എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ട് എന്ത് നടന്നാലും ഞാനൊരു ഭാഗമാകുമല്ലോ. ആ തരത്തിലായിരിക്കാം, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇടപെടൽ നടത്തിയിട്ടില്ല. എനിക്ക് അവിടെ അല്ലായിരുന്നു സംഘടനാ ചുമതലയും കാര്യങ്ങളൊന്നും. അതൊക്കെ പാർട്ടി നോക്കുന്ന കാര്യങ്ങളില്ലേ.